ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് 1997 ഇറങ്ങിയ ചന്ദ്രലേഖ എന്ന മൂവിയുടെ US ഇമ്പോർട്ട് DVD ആണ്. ആക്ച്വലി സൂര്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് റിലീസ് ചെയ്തത് US-ൽ. ഇവിടെ ഇന്ത്യയിൽ ആക്ച്വലി ഇവിടെ DVD 5 എഡിഷൻ വന്നിട്ടുണ്ട്. അത് വളരെ മോശം ക്വാളിറ്റിയാണ്. ഇത് DVD 9-ലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കണ്ടന്റ് ആണ് വരുന്നതിനകത്ത്. പ്രിയദർശൻ ഡയറക്ട് ചെയ്ത മൂവിയാണിത്. 1995 ഇറങ്ങിയ വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന ഹോളിവുഡ് മൂവിയുടെ ഇൻസ്പയർഡ് വെർഷനാണ് ചന്ദ്രലേഖ. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയത് പ്രിയദർശനും ശ്രീനിവാസനും ചേർന്നാണ്. സിനിമാറ്റോഗ്രാഫി KV ആനന്ദാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പൊതുവേ DVDs അങ്ങനെ പരിചയപ്പെടുത്താറില്ല. കൂടുതൽ ബ്ലൂറേസും 4Ks തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചില റെയർ ഐറ്റംസ് മാത്രമാണ് അങ്ങനെ കാണിക്കണം എന്ന് തോന്നുന്നത്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ് ചന്ദ്രലേഖ. ഈ സിനിമയുടെ ഡ്യൂറേഷൻ പറ്റി തന്നെ പറയാം. അറൗണ്ട് 3 മണിക്കൂറുണ്ട്, 172 മിനിറ്റ്. 2 മണിക്കൂർ 52 മിനിറ്റ് ഉണ്ട് ഈ ഇമ്പോർട്ടഡ് സെറ്റിൽ. അതേസമയത്ത് ഹോട്ട്സ്റ്റാറിലൊരു ഹോട്ട്സ്റ്റാറിലൊരു എഡിഷൻ ഉണ്ട്. അത് 2.25 മണിക്കൂർ എന്നുണ്ട്. അറൗണ്ട് ഒരു 8-10 മിനിറ്റ് കട്ടാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഞാൻ കമ്പയർ ചെയ്ത് തന്നെ പറയാം. ഇതിൽ ഡോൾബി ഡിജിറ്റൽ 5.1 ആണ് വരുന്നത്. പക്ഷേ സറൗണ്ട് ആക്ടിവിറ്റി ഇല്ല. ഈ സിനിമയുടെ ബേസിക് ആയിട്ട് സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ഒന്ന് പറയാം. ഒരു ഫാമിലിയിൽ തന്നെ 2 സ്ത്രീകൾ, അതായത് ചന്ദ്ര, ലേഖ, 2 പേരുടെ ലൈഫിലേക്ക് ഒരു അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് ഒരു വീട്ടിൽ നിൽക്കാൻ വഴിയില്ലാതെ മുംബൈയിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലാലിട്ട് ഇവിടെ വരുന്നതും ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും പുള്ളിയുടെ പ്രശ്നങ്ങളും ഒരേ സിറ്റുവേഷൻ കൊണ്ട് തന്നെ സോൾവ് ആവുന്നു. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് മൂവി. നിന്റെ കാലടി ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നിടാ നിന്റെ സ്ക്രീൻ പ്ലേ അത്യാവശ്യം വളരെ നീറ്റായിട്ടാണ് പോകുന്നത്. അതായത് നമ്മളൊരു പോയിന്റിൽ നിന്ന് കണ്ടു തുടങ്ങിയാൽ നമുക്ക് എവിടെ നിന്ന് വേണം കണ്ടു തുടങ്ങാം. ഇത് ഫുള്ളി കോമഡി എന്ന് പറയാൻ പറ്റും. കാരണം ഇത്രയും നീളം ഉണ്ടായിട്ടും സ്റ്റിൽ ലാസ്റ്റ് മാത്രമാണ് ആ സിനിമ ഇമോഷണലോട്ട് അറ്റാച്ച്മെന്റ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഒരു ഫുള്ളി ഒരു കോമഡി മൂവി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു പോലെ എന്താണ് ഇത് കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. പഞ്ചാര കൂടുതലാണ്, നന്നാറിയ എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈ ഇടയ്ക്ക് ഞാനൊരു റീല് കണ്ടപ്പോൾ മോഹൻലാൽ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അതായത് ഒരു ഫ്രെയിം കാണിച്ചിട്ട് ആ ഫ്രെയിം ഞാൻ ഇന്നത്തെ വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിലുള്ള ഒരു എല്ലാവരും മരിച്ചുപോയി, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അത് അത്യാവശ്യം ഞാൻ ഈ സിനിമ റിപ്പീറ്റ് കണ്ടപ്പോഴേക്കും ഞാനും അത് ഓർത്ത കാര്യമാണ്. കാരണം ആ കണ്ടിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സും ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഇപ്പം ജീവനോടെ ഇല്ല. ഇത് ഏകദേശം 28 വർഷം പഴക്കമുള്ള സിനിമയാണ്. ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ വീഡിയോ ആണ്. സ്റ്റാറിലെ കണ്ടന്റായിട്ട് കമ്പയർ തന്നെ പറയാം. ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. മറ്റേ പെയ്ഡ് ഹോട്ട്സ്റ്റാർ എടുക്കണമെന്നില്ല. ഹോട്ട്സ്റ്റാർ ആപ്പ് എടുത്ത് തന്നെ ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അത് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഡാർക്കായിട്ടുള്ള വിഷ്വലാണ്. അതായത് ഒട്ടും ഒരു ടോൺഡ് അല്ലാത്ത എന്തോ ഒരു ഡാമേജ് ആയിപ്പോയൊരു ഫീലാണ് വരുന്നത്. നല്ല അത്യാവശ്യം ഡാർക്കായിട്ടുള്ള വിഷ്വൽ തന്നെയാണ് ഹോട്ട്സ്റ്റാറിലുള്ളത്. കളറും അത്ര അക്യുറേറ്റ് അല്ല. അതേസമയത്ത് ഈ ഫുട്ടേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വിഷ്വലാണ്. നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ DVD ചെയ്തേക്കുന്നത്. അതേസമയത്ത് ഓഡിയോയുടെ സൈഡ് വരുമ്പോഴത്തേക്കും ഡോൾബി ഡിജിറ്റൽ 5.1 ആണെങ്കിലും നമുക്ക് ആ ക്രെഡിറ്റ്സ് വരുന്ന സീൻ, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എഴുതി കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീനിൽ മാത്രമല്ലാതെ സറൗണ്ട് ആക്ടിവിറ്റി ഒന്നും തന്നെ ഇല്ല. ഈ സറൗണ്ട് ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്പീക്കേഴ്സിൽ ജസ്റ്റ് മ്യൂസിക് ഇങ്ങനെ കേൾക്കാം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു 95% ഓഡിയോ വരുന്നത് സെൻട്രൽ ചാനലിൽ നിന്ന് മാത്രമാണ്. ഡയലോഗ്സിലാണ് ഫുള്ളി ഫോക്കസ് ചെയ്തേക്കുന്നത്. ഈ സിനിമ ഫോക്കസ് ചെയ്തേക്കുന്ന ഡയലോഗ്സ് തന്നെയാണ്. ഫുൾ പഞ്ചായാലും ഫുൾ കോമഡി പരിപാടി എല്ലാം പോയിരിക്കുന്ന ഡയലോഗ്സ് ത്രൂ ആണ്. നമുക്ക് ആ കൺഫ്യൂഷൻസ് എല്ലാം ഏത് പോയിന്റ് ഇത് കണ്ടു തുടങ്ങിയാൽ അത്രയും എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ സത്യം തുറന്നു പറയാമോ? അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ. നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം,
ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും? പോയി നോക്കണം. പഴയ മൂവീസിൻ്റെയൊക്കെ DVDs കിട്ടുമ്പോഴേ നമുക്ക് മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം മെയിനായിട്ട് ഈ DVD 5 അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യൻ എഡിഷൻസിൻ്റെ നോക്കുമ്പോഴാണ് ഈ ബോക്സ് റേഷ്യോസ് ആണ് വരുന്നത്. എനിക്കത് പൊതുവെ വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ മൂവീസ് കളക്ട് ചെയ്യാറില്ല. ഇത് ഞാൻ മെയിനായിട്ട് നോക്കിയത് അനാമോർഫിക് റേഷ്യോ ആയതുകൊണ്ടാണ്. അനാമോർഫിക് റേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുട്ടേജ് കാണുന്ന പോലെ അത്യാവശ്യം വൈഡായിട്ടുള്ള വ്യൂവും നമുക്ക് മേളിൽ ബ്ലാക്ക് ബാർസ് വരും. ചെറിയ രീതിയിലേ വരാറുള്ളൂ. ബാർ അത്യാവശ്യം സൈസ് വരുന്ന ഫുട്ടേജുകളും ഉണ്ട് ഈ മൂവിയിലല്ല പൊതുവേ. പക്ഷേ അതേ സമയത്ത് എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ബോക്സ് ചില മൂവീസ് അങ്ങനെ അവൈലബിൾ ആകും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലെഫ്റ്റും റൈറ്റും ബ്ലാക്ക് വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ മൂവീസ് അധികം കളക്ട് ചെയ്യാറുമില്ല. ഇതിലൊരു 40 റുപ്യയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്, അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന് സാരമില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഫുട്ടേജ് ഒറിജിനലായിട്ട് 480pയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പക്ഷേ നമ്മൾ പ്ലെയറും TV അതെല്ലാം അപ്സ്കെയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കണ്ടൻറ്റായിട്ട് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും അത് 480p ആയിട്ട് തോന്നത്തില്ല, ഓൾമോസ്റ്റ് 1080p ആയിട്ട് തന്നെ തോന്നുന്നത്. എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാം. ആദ്യം കിടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി. അതെ, രണ്ടും നടക്കൂല. നൂറേ മോനെ അപ്പക്കുട്ടാ, നമ്മൾ തലയായിക്കുന്ന എവിടെയാന്ന് അറിയാം നിനക്ക്? അപ്പോൾ നിങ്ങൾ പഴയ മൂവീസ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് കളക്ട് ഐറ്റമായിട്ടാണ് ചന്ദ്രലേഖ എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബ്ലൂറേ ആയിട്ട് തന്നെ കാണാം. ബൈ.